അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3101. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നാം കാരണം ആർക്കും സങ്കടം വരരുത്, ഒരാളെയും നമ്മൾ വിഷമിപ്പിക്കരുത് ഒരു നിലക്കും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ കുൻതും സലാസത്തൻ, നിങ്ങൾ 3 പേരാണെങ്കിൽ, നിങ്ങളൊരു 3 പേര് ഒരുമിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുകയാണ്, ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ട്. ഫലാ യതനാജസ്നാനി ദൂനൽ ആഖർ, അവിടെ 2 ആൾ മറ്റേയാളെ കൂട്ടാതെ രഹസ്യം പറയരുത്. 3 ആൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന് ഒരാൾ മറ്റൊരാളെ വിളിച്ചിട്ട് 3ാമത്തെ ആളെ കൂട്ടാതെ രഹസ്യം പറയാൻ പാടില്ല, സ്വകാര്യം പറയാൻ പാടില്ല. ഹത്താ തഖ്തലിതു ബിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ജനങ്ങളോട് കൂടിക്കലരുന്നത് വരെ. നിങ്ങൾ 3 പേരും ഒരുപാട് ആളുകളുടെ കൂടെ ഒരുമിച്ച് കൂടിയാൽ, മറ്റു ആളുകളുമായിട്ട് കൂടിക്കലർന്നാൽ, ഇടകലർന്നാൽ, അപ്പോൾ 2 ആൾക്ക് മാത്രം എന്ന് പറയുന്നത് തടസ്സമില്ല, കാരണം ഒരുപാട് ആളുകളുണ്ട്. 3 ആളുകൾ മാത്രമാകുമ്പോൾ ഒരാളെ മാറ്റി നിർത്തി 2 പേര് സ്വകാര്യം പറയരുത്, രഹസ്യം പറയരുത്. കാരണം മിൻ അജ്ലി അന്നദാലിക യുഹ്സിനുഹു, അത് അയാളെ വിഷമിപ്പിക്കും, ദുഃഖത്തിലാക്കും, സങ്കടത്തിലാക്കും. ഇക്കാരണം കൊണ്ട് അല്ലേ, 3 ആൾ നിൽക്കുമ്പോൾ 2 ആൾ മാത്രം മാറി നിന്ന് പറയുമ്പോൾ മറ്റൊക്കെ സങ്കടം. അവർ എന്തായിരിക്കും പറയുന്നത്? എന്നെക്കുറിച്ചായിരിക്കും, അതുകൊണ്ടാണല്ലോ എന്നെ കേൾപ്പിക്കാത്ത. അയാളുടെ സങ്കടങ്ങൾ കൂടും, അയാളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉരുണ്ടുകൂടും. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ മനസ്സും വേദനിപ്പിക്കരുത്. സത്യത്തിൽ ഒരു പക്ഷേ ഈ 2 പേർ മാറി നിന്ന് സംസാരിച്ചത് അയാളെക്കുറിച്ചോ അയാളെ കുറ്റപ്പെടുത്തലോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ അത് അയാൾക്ക് വിഷമാവും. ഇവർ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, മറ്റു തെറ്റുകളൊന്നും. പക്ഷെ ഇയാൾക്ക് വിഷമാവും എന്ന ഒറ്റ കാരണത്താൽ അത് പാടില്ല. അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് വിഷമം വരുന്ന ഈ ഒരു കാര്യം പോലും ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഒരു നിലക്കും മറ്റൊരാൾ നമ്മൾ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മുടെ ജീവിതം എന്നും സന്തോഷകരമായിരിക്കും. അല്ലാഹു തആല അത്തരത്തിൽ ഒരാളെയും വേദനിപ്പിക്കാതെ, വിഷമിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.